ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ലേ ഒരു പൊട്ടിയൊരു കന്നാസട്ടോ. അപ്പോൾ അത് അടിഭാഗമൊക്കെ പൊട്ടിയതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഈ പൊട്ടിയ കന്നാസിലേക്ക് നമുക്ക് ഇന്ന് പച്ചക്കറി താടാട്ടോ. ഇന്ന് നമ്മളെ ടെറസിൻ്റെ മുകളിൽ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കറി വെക്കാൻ വെണ്ട ഉണ്ടോ നോക്കാൻ വേണ്ടി പോയപ്പോണ്ട് ഒരു വെണ്ടമരി ഇങ്ങനെ മുളച്ച് കിടക്കണേ. അപ്പം നമുക്ക് ആ വെണ്ട അങ്ങോട്ട് പറിച്ചുകൊണ്ട് വന്ന് അതൊന്ന് നട്ട് പിടിപ്പിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ആ നടുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ടെറസിൻ്റെ മുകളിൽ പച്ചക്കറികളൊക്കെ നട്ടത് ഇതുപോലെയാണ് കേട്ടോ. അത് ചാക്കിൽ, അതുപോലെ പൊട്ടിയ പാത്രത്തിൽ, പിന്നെ വെള്ളത്തിൻ്റെ കുപ്പിയിൽ, അങ്ങനത്തെ ഓരോ രീതിയാട്ടോ ഞാൻ നട്ട് പിടിപ്പിച്ചത്. അതിനായിട്ടൊരു ഒന്നും വാങ്ങിയതല്ല, നമ്മളെ കയ്യിലുള്ള ചാക്കൊക്കെ വെച്ചിട്ടാണ് ഞാൻ ടെറസിൻ്റെ മുകളിൽ നമ്മളെ പച്ചക്കറി തോട്ടം തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ നിന്ന് ഒരു വെണ്ട പറിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു വെണ്ട അങ്ങനെ മുളച്ചിരിക്കുന്നത് കണ്ട് അത് വേഗം പറിച്ചുകൊണ്ട് വന്ന്. മറ്റേതൊക്കെ അങ്ങോട്ട് നശിച്ച് പോണ സമയമാകുമ്പോഴത്തേന് നമുക്ക് പുതിയത് നട്ട് പിടിപ്പിക്കണമല്ലോ. അപ്പം നമുക്ക് ഈ പൊട്ടിയ ഈ കന്നാസിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ മുളച്ച വെണ്ട ഒന്ന് നട്ട് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം തന്നെ അതിലേക്ക് കുറച്ച് ചകിരി ഉണ്ടായിരുന്നു, തേങ്ങ പൊളിച്ചതിൻ്റെ ചകിരി, അത് അതിലേക്ക് ചകിരി ഇട്ട് കൊടുത്ത്, പിന്നെ അടിച്ച് വാരിയ ചവേര ഉണ്ടല്ലോ അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ കുറഞ്ഞ മണ്ണ് മതി. നമുക്ക് ഈ ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ അധികം വെയിറ്റ് ഉണ്ടാവരുത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കട്ടോ. അപ്പം നമ്മളിതൊന്നും അധികം വെയിറ്റ് ഉണ്ടാവില്ല. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ കുറച്ച് ചകിരി ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ അടിച്ച് വാരിയ കരിയിലകളും ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ അതാ കുറച്ച് മണ്ണ്, അധികം മണ്ണിൻ്റെ ആവശ്യമല്ല കേട്ടോ, കുറഞ്ഞ മണ്ണ് മതി. അതുപോലെ ഇതുപോലെ മണ്ണ് ഇപ്പം മഴ ആയിട്ട് ഇങ്ങനെ കട്ട കെട്ടി നിൽക്കുകയാണേ. അപ്പം മണ്ണ് ഇട്ട് കൊടുത്ത് കുറഞ്ഞ മണ്ണാട്ടോ ഇട്ട് കൊടുത്തത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ നമ്മളെ കരിയിലയും ചകിരിയൊക്കെയാണ്. അപ്പം നന്നായിട്ട് ഇതാ മണ്ണ് ഞാൻ ഇങ്ങോട്ട് ഇളക്കി കൊടുത്ത്. ഇതിങ്ങനെ ഉറച്ച് നിൽക്കുന്നത് മഴ പെയ്തിട്ടാണ് കേട്ടോ. എന്നാലും എന്താണ് നമുക്കെന്താ, ഇതാണ് നമ്മളെ വെണ്ട. കണ്ടില്ലേ, വെണ്ട പറിക്കാൻ പോയപ്പോൾ ഒരു വെണ്ടമ്മന്ന് ഇങ്ങനെ മുളച്ച് നിൽക്കണ്ടേ. 2 ദിവസം നമ്മൾ ശ്രദ്ധ കൊടുത്തില്ല കേട്ടോ. ഈ വെണ്ട ഞാൻ കാണാതെ പോയതാണ്. അപ്പോൾ അതാ വെണ്ട നല്ല ഉഷാറിൽ തന്നെ ഇങ്ങനെ മുളച്ച് നിൽക്കണുണ്ടോ. അപ്പോൾ എനിക്ക് തോന്നി വേഗം അതൊന്ന് നട്ട് പിടിപ്പിക്കാമെന്ന്. അപ്പോൾ നമ്മളെ കയ്യിലൊരു പൊട്ടിയ കന്നാസും ഉണ്ടായിനി. അപ്പോൾ ആ കന്നാസിലേക്കായിട്ട് നട്ട് പിടിപ്പിക്കാമല്ലോ എന്നുള്ളത്. ഇതിൻ്റെ മുള വന്നത് നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ട് നല്ല ഉഷാറായിട്ട്. ഇത്ര മതി കേട്ടോ. ഈറ്റ ഒരു തൈ ഉണ്ടായാൽ മതി നമുക്ക് നമ്മളെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള വെണ്ട പറിക്കാൻ. ഒരൊറ്റ വെണ്ടൻ്റെ തൈ ഉണ്ടായാൽ മതി. അപ്പോൾ ഒരു 3-4 വെണ്ടൻ്റെ തൈ ഉണ്ടെങ്കിൽ പറയും വേണ്ട, അത്യാവശ്യം തന്നെ നമുക്കുള്ളത് വീട്ടിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ കിട്ടും കേട്ടോ. പിന്നെ തക്കാളി, ഇനി തക്കാളി നമുക്ക് കുറച്ചുകൂടി കുഴിച്ചിട്ടുണ്ടാക്കണം. തക്കാളി തൈ ഫുള്ള് നമ്മളത് കഴിഞ്ഞ്. ഇനിയിപ്പോൾ മഴനോടായിരിക്കും ഉള്ളതൊക്കെ നട്ടിഞ്ഞതൊക്കെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങോട്ട് മഴ കൊണ്ടിട്ട് ചീഞ്ഞ് പോയതാണെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഉഷാറ്. ഇപ്പം ആണെങ്കിൽ ഒരു തരം പുഴുകൾ നന്നായിട്ട് ഇറങ്ങി കേട്ടോ. ആ പുഴുവൊക്കെ നമുക്ക് എന്താണ്, നമ്മളെ ചെടിയാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും ഇലകൾ തിന്നണ വേഗം നമ്മൾ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഇലകളൊക്കെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് കാണാനില്ല. അതിപ്പോൾ നോക്കുമ്പോഴാണ് പുഴു വന്ന് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് പണിയെടുത്ത് പുഴുവിനൊക്കെ ഒന്ന് നശിപ്പിച്ച് നമ്മളെ ചെടിയും പച്ചക്കറിയും ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇലകളൊക്കെ നല്ല സ്പീഡിൽ, എന്താ സ്പീഡ് അവർക്ക് വേഗം തിന്ന് കഴിക്കാൻ. അതുപോലെ നിങ്ങളെ ചെടിമരും പച്ചക്കറിമരും ഇതുപോലെ പുഴുവൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കട്ടോ. എന്താ നമ്മളെ ഓരോന്ന് ഇതായിട്ട് ഇങ്ങനെ ഞാൻ ഇതിലേക്ക് 3 തൈയും ഇതിലേക്കാണ് കുഴിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നശിച്ച് പോകുന്ന എനിക്ക് ഉറപ്പായിട്ടും അറിയാം. എന്നാലും 2 എണ്ണം എന്തായാലും ഉണ്ടാവും. 2 തൈക്ക് നല്ലൊരു ബലമുണ്ട്, ഒന്നിന് അത്ര അങ്ങോട്ട് പോരാ. എന്നാലും ഞാൻ എന്താ ഇതിൽ ഇതുപോലെ അങ്ങോട്ട് നട്ട് പിടിപ്പിച്ചത്. ഇനി നമുക്ക് മഴ കൊള്ളാത്ത സ്ഥലത്തേക്കാട്ട് മാറ്റി കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇന്നെ മഴ കൊള്ളുന്നിടത്ത് വെച്ചാലും വലിയൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വളരെ ഇതുപോലെ അങ്ങോട്ട് നട്ട് കൊടുത്താണ്. ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് വലുപ്പം വെച്ചിട്ട് വേണം നമ്മുടെ കിച്ചണിൽ നമ്മൾ ഉള്ളിത്തൊണ്ട്, കോഴിമുട്ടൻ്റെ തൊണ്ട് അതൊക്കെ ഇതിൻ്റെ ചുറ്റുപാടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കാര്യമായിട്ട് വലിയ വളവും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാനില്ല. പിന്നെ നമ്മളെ കോഴീൻ്റെ കോഴിക്കാട് കൂട് വൃത്തിയാക്കുന്ന സമയത്ത് ഉണ്ടാവില്ല കൂട്ടുള്ള കുറച്ചത്, അതൊക്കെ ഞാനിങ്ങനെ ഇതുപോലൊക്കെ പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കും. അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് സാധാരണ. പിന്നെ ഇതിനായിട്ടൊരു വളവും കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് വരെ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നു പോലെ വളങ്ങളുണ്ട് എന്നൊക്കെ. അപ്പോൾ വളമില്ലാതെ തന്നെ നമ്മളെ ചെടിയായാലും പച്ചക്കറികളായാലും നമുക്ക് അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ ആയിട്ടാണ് മുറ്റമൊക്കെ ഒന്നൊരു വൃത്തിയില്ലാത്ത നിൽക്കുന്നത്. അതിപ്പോൾ എല്ലായിടത്തും ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. 2 വെയിലറച്ചാൽ നമ്മളെ മുറ്റമൊക്കെ നല്ല ക്ലീനായി ഇങ്ങോട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ അടിച്ച് വരാനോ
നമുക്ക് പിന്നെ ഭയങ്കര മുറ്റത്ത് വൈക്കരി ഇതൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കല്ലും അതും ഇതൊക്കെ നമ്മൾ ഓടിൻ്റെ പൊട്ടൊക്കെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലൊക്കെ ഇങ്ങനെ മുറ്റം കാണുന്നത്. എന്താ നമ്മളെ നട്ട് വെച്ച വെണ്ട ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് നട്ട് നോക്കേണ്ടി. ഇതുപോലൊക്കെ ഒരുപാട് ആൾക്കാർ വീട്ടുമുറ്റത്ത് തന്നെ ഇപ്പോൾ ഒരു പച്ചക്കറി തോട്ടം പണ്ടത്തെ മാതിരി ഒന്നല്ല കേട്ടോ. ഇപ്പം എല്ലാവരും നമ്മൾ സ്വന്തമായിട്ട് തന്നെ വീട്ടുമുറ്റത്ത് ഒരു പച്ചക്കറി തോട്ടമൊക്കെ നടാൻ തുടങ്ങിയാണ്. പിന്നെ നമ്മളിവിടെ കിഴങ്ങ് നട്ടിഞ്ഞല്ല, കിഴങ്ങ് നട്ട് അതിൻ്റെ മുള വന്നത് അത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കൊന്ന് കണ്ടില്ലേ, കിഴങ്ങ് നട്ടതാണ്, കിഴങ്ങ്. അത് ഉഷാറായിട്ട് മുള വരുന്നുണ്ട്. നമ്മൾ നടാത്തൊരൊറ്റ പ്രശ്നം, ഫസ്റ്റ് ടൈമാണ് നമ്മൾ കിഴങ്ങ് നമ്മൾ നട്ട് പിടിപ്പിക്കുന്നത്. ഉണ്ടാവുന്നതൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തന്നെ. നമുക്ക് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഒന്ന് കാണിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. നമുക്ക് നടുന്നത് മാത്രം കണ്ടാൽ പോരല്ലോ, നട്ടതും നിങ്ങൾക്ക് ഉണ്ടാവുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരുമ്പോഴാണല്ലോ കൂടുതൽ നിങ്ങൾക്കും നടാനുള്ളൊരു പ്രയോജനം കിട്ടുക. അപ്പോൾ നമ്മളെ കിഴങ്ങ് മുള വരുന്നുണ്ട് കേട്ടോ ഉഷാറായിട്ട്. അതുണ്ടായിട്ടും ഇനി എങ്ങനെയാണ് ഉള്ളതെന്ന് അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. നമ്മളെ വീഡിയോ ഒരു സാധാരണക്കാരൊരു വീഡിയോ ആണ്. നമ്മൾ നടുന്നതും അതുണ്ടായിട്ട് പറിക്കുന്നതും അതൊക്കെ കാണുമ്പോഴാണല്ലോ നമ്മളെപ്പോലെ കുറേ ആൾക്കാരുണ്ടല്ലോ, അതുപോലെ അവർക്കൊക്കെ ഒന്ന് ഇതുപോലൊക്കെ ചെയ്ത് നോക്കാമല്ലോ എന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പം നമുക്ക് കുറഞ്ഞ സ്ഥലമാണെങ്കിലുള്ള സ്ഥലത്ത് ഇതുപോലൊക്കെ ഒന്ന് നട്ട് പിടിപ്പിക്കുക. അതിനായിട്ട് ഒരുപാട് സ്ഥലത്തിൻ്റെ ഒരാവശ്യമില്ല. സ്ഥലം ഉണ്ടായിട്ട് നടാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് സ്ഥലം ഇപ്പോൾ തൽക്കാലം ഉണ്ടാവുന്ന ഒരു കോലം വരുന്നില്ല. ഉള്ള സ്ഥലത്തായിട്ട് നട്ട് പിടിപ്പിച്ച് അതിലൂടെ നമ്മളെ സന്തോഷങ്ങൾ കണ്ടെത്തുക. പച്ചക്കറി ആയാലും ചെടികളായാലും അത് തന്നെ. ചില വീട്ടിലൊക്കെ 3 സെൻറ്റ് സ്ഥലത്തൊക്കെ ഒരുപാട് പച്ചക്കറികൾ നട്ട് പിടിപ്പിക്കുന്നുണ്ട്, അതുപോലെ ചെടികളും. അതുപോലൊക്കെ നമ്മൾക്ക് ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ട സംഗതി അതിനോട് നമ്മൾ തയ്യാറായാലും നമുക്കതൊക്കെ നട്ട് പിടിപ്പിക്കാൻ കഴിയും. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.